സൗദി അറേബ്യയുടെ സാമ്പത്തികവും സാമൂഹികവുമായ പരിവർത്തനത്തിന് വഴിയൊരുക്കുന്ന വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും പുതിയതും പ്രവാസികളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നതുമായ ഒന്നാണ് വിദേശികൾക്ക് രാജ്യത്ത് സ്വന്തമായി ഭൂമിയും വില്ലകളും അപ്പാർട്ട്മെന്റുകളും വാങ്ങാനുള്ള അനുമതി. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിലവിൽ വന്ന പുതിയ റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശ നിയമവും അതിന്റെ എക്സിക്യൂട്ടീവ് റെഗുലേഷനുകളും പ്രവാസികൾക്ക് സൗദിയിൽ ഒരു സ്ഥിരതാമസം ഒരുക്കാൻ വലിയ അവസരമാണ് നൽകുന്നത്. വാടക വീടുകളിൽ നിന്നും സ്വന്തം വീടെന്ന സ്വപ്നത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന നിയമങ്ങളും പുതിയ നടപടിക്രമങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സൗദി റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിദേശികൾക്ക് പ്രോപ്പർട്ടി വാങ്ങുന്നതിനായി പൂർണ്ണമായും ഡിജിറ്റലായ ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം സജ്ജമാക്കിയിട്ടുണ്ട്. സൗദിയിൽ സാധുവായ ഇഖാമയുള്ള പ്രവാസികൾക്ക് തങ്ങളുടെ സ്വന്തം താമസ ആവശ്യത്തിനായി ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഇതിലൂടെ സ്വന്തമാക്കാവുന്നതാണ്. എന്നാൽ മക്ക, മദീന എന്നീ പുണ്യ നഗരങ്ങളിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പ്രോപ്പർട്ടി വാങ്ങാൻ അനുമതിയുള്ളത്. സൗദിക്ക് പുറത്തുള്ള വിദേശ നിക്ഷേപകർക്കും വിദേശ കമ്പനികൾക്കും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക സാമ്പത്തിക മേഖലകളിൽ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും. പുതിയ നിയമപ്രകാരം ഒരു വിദേശ കുടുംബത്തിന് ഒരൊറ്റ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാത്രമേ വാങ്ങാൻ സാധിക്കൂ എന്ന നിബന്ധനയുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായി അപേക്ഷകൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള ഡിജിറ്റൽ ഐഡന്റിറ്റിയും സ്വന്തം പേരിലുള്ള സൗദി ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പരും സ്വന്തമാക്കിയിരിക്കണം. സൗദിയിൽ നിർമ്മാണം പൂർത്തിയായ വീടുകൾ നേരിട്ട് വാങ്ങാൻ സാധിക്കുമെങ്കിലും പലരും മുൻകൂട്ടി ബുക്ക് ചെയ്ത് നിർമ്മാണത്തിലിരിക്കുന്ന പ്രോജക്റ്റുകളിലാണ് നിക്ഷേപം നടത്തുന്നത്. ഇത്തരം നിക്ഷേപങ്ങളിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ സർക്കാർ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന ഏത് പ്രോജക്റ്റും വാഫി എന്നറിയപ്പെടുന്ന ഔദ്യോഗിക പ്രോഗ്രാമിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് വാങ്ങുന്നയാൾ ഉറപ്പുവരുത്തണം. വാഫി അംഗീകാരമില്ലാത്ത പ്രോജക്റ്റുകളിൽ പണം നിക്ഷേപിക്കുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധവും അപകടകരവുമാണ്. കൂടാതെ നിങ്ങൾ നൽകുന്ന പണം നേരിട്ട് ബിൽഡർക്ക് പോകുന്നതിന് പകരം സർക്കാർ നിയന്ത്രിത എസ്ക്രോ അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിക്കപ്പെടുന്നത്. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും വിലയിരുത്തിയ ശേഷം മാത്രമേ ബിൽഡർക്ക് ഈ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിനാൽ പ്രവാസികളുടെ നിക്ഷേപം ഇവിടെ പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും. ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അതിന്റെ യഥാർത്ഥ വിലയ്ക്ക് പുറമേ വരുന്ന അധിക നികുതികളും ഫീസുകളും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണയായി പ്രോപ്പർട്ടിയുടെ ആകെ മൂല്യത്തിന്റെ 5% റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ടാക്സ് അഥവാ പ്രോപ്പർട്ടി ടാക്സായി സർക്കാരിലേക്ക് അടയ്ക്കണം. കൂടാതെ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് നൽകേണ്ട കമ്മീഷൻ തുക 2.5%. ഈ കമ്മീഷൻ തുകയ്ക്ക് മേൽ 15% വാറ്റ് കൂടി ചേരുമ്പോൾ ഏജൻസി കമ്മീഷൻ ആകെ 2.88% ഉയരും. ഇതിനു പുറമെ റിയാദ്, ജിദ്ദ, മക്ക, മദീന തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ പ്രോപ്പർട്ടി ഇടപാടുകൾക്ക് പുതിയ നിയമപ്രകാരം 2% പ്രത്യേക ട്രാൻസാക്ഷൻ ഫീസും ബാധകമാണ്. നല്ല ക്രെഡിറ്റ് സ്കോറും കൃത്യമായ വരുമാനവുമുള്ള പ്രവാസികൾക്ക് സൗദിയിലെ പ്രമുഖ ബാങ്കുകളിൽ നിന്നും ഭവന വായ്പകളും ലഭ്യമാണ്. പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്ക ജോലി അവസാനിപ്പിച്ച് ഫൈനൽ എക്സിറ്റിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഈ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ്. വിസ റദ്ദാക്കപ്പെടുന്നതോടെ സൗദിയിലെ ഡിജിറ്റൽ ഐഡന്റിറ്റിയും ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കപ്പെടും. ഇത് പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും ഭാവിയിൽ വാടക സ്വീകരിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇതിനൊരു പരിഹാരമായി നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രോപ്പർട്ടി വിൽക്കുകയോ അതല്ലെങ്കിൽ സൗദിയിലുള്ള വിശ്വസ്തനായ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അംഗീകൃത പ്രോപ്പർട്ടി മാനേജ്മെന്റ് കമ്പനിക്കോ നിയമപരമായി പവർ ഓഫ് അറ്റോർണി നൽകുകയോ ചെയ്യാവുന്നതാണ്. ഇത്തരം കമ്പനികൾക്ക് ഉടമയ്ക്ക് വേണ്ടി നിയമപരമായി വാടക പിരിക്കാനും കെട്ടിടം പരിപാലിക്കാനും സാധിക്കും. സൗദിയിലെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിലൂടെ വിദേശികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് പ്രീമിയം റെസിഡൻസിക്ക് അർഹത നേടാം എന്നതാണ്. ബാങ്ക് വായ്പകളില്ലാതെ സ്വന്തം പണം ഉപയോഗിച്ച് 40 ലക്ഷം സൗദി റിയാലോ അതിനു മുകളിലോ മൂല്യമുള്ള വികസിപ്പിച്ച റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ സ്വന്തമാക്കുന്നവർക്ക് സ്പോൺസർ ഇല്ലാതെ രാജ്യത്ത് ജീവിക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് ഓണർ പ്രീമിയം റെസിഡൻസി വിസ ലഭിക്കും. ഈ വിസയുള്ളവർക്ക് തങ്ങളുടെ കുടുംബത്തെ മുഴുവൻ സ്പോൺസർ ചെയ്യാനും പ്രവാസി ലെവികളിൽ നിന്ന് ഇളവ് നേടാനും വിസയില്ലാതെ യാത്ര ചെയ്യാനും സാധിക്കും. അതോടൊപ്പം ഫൈനൽ എക്സിറ്റ് പോലെയുള്ള പ്രതിസന്ധികളില്ലാതെ സൗദിയിൽ സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകൾ നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ സ്വത്തുക്കൾ എളുപ്പത്തിൽ നിയന്ത്രിക്കാനും ഈ സുവർണാവസരം വഴിയൊരുക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഈ പുതിയ മാറ്റങ്ങൾ സൗദിയെ പ്രവാസികൾക്ക് കേവലം ഒരു തൊഴിലിടം എന്നതിനപ്പുറം സ്വന്തം വീടെന്ന സുരക്ഷിത ബോധം നൽകുന്ന ഇടമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.